ഹായ് ഓൾ. പവി ദ കെയർടേക്കർ ഡയറക്റ്റഡ് ബൈ വിനീത് കുമാർ. ട്രെയിലറിൽ കണ്ട പോലെ തന്നെ ഒരു ഫ്ലാറ്റിൻ്റെ ഒരു സെക്യൂരിറ്റി വിത്ത് കെയർടേക്കറായിട്ടാണ് ദിലീപ് ഈ സിനിമയിൽ വരുന്നത്. ഈ സിനിമ തുടങ്ങി ആദ്യത്തെ ഒരു മണിക്കൂർ നല്ലോണം വെറുപ്പിച്ചിട്ടുണ്ട്. കാരണം ഇതിലെ കോമഡികൾ എന്നൊക്കെ പറഞ്ഞാൽ അൺസൈക്കബിൾ ആണ്. കോമഡിക്ക് വേണ്ടി എന്തൊക്കെയോ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ സിനിമയിൽ ഒരു സീനുണ്ട്. ആ ഒരു ഫ്ലാറ്റിൽ ഒരു മരപ്പെട്ടി കയറുന്നുണ്ട്. അതിനെ പിടിക്കാൻ വേണ്ടി ദിലീപ് പോകുന്ന ഒരു സീനുണ്ട്. എൻ്റെ അമ്മോ, അതൊന്ന് ആലോചിക്കാൻ വയ്യ. കാരണം വെച്ചാൽ പുള്ളിയുടെ തലയിൽ അരിപ്പൊടി വെക്കുന്നുണ്ട്, മുളക് പൊടി വെക്കുന്നുണ്ട്, മല്ലിപ്പൊടി വെക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് നമ്മൾ ചിരിക്കണം. ബേസിക്കലി ഇതിലെ കോമഡി ഒന്നും വർക്കൗട്ട് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു കോമഡിയൊക്കെ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്നില്ല, കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നീട് ഏതാണ്ട് ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ സിനിമയുടെ ട്രാക്ക് ഒന്ന് ചെറുതായിട്ട് മാറുന്നുണ്ട്. അവിടെ ദിലീപിന്റെ നിസ്സഹായാവസ്ഥ, ജീവിതത്തിലെ ബാധ്യതകള്, ജീവിതത്തിലെ ഒറ്റപ്പെടല്, ആ ഒരു രംഗത്തിലേക്കൊക്കെ വരുമ്പോൾ ഇമോഷണലി നമ്മളെ കുറച്ച് കണക്ട് ആവുന്നുണ്ട്. അവിടെ തൊട്ടിട്ടാണ് സിനിമ കുറച്ചൊരു എൻഗേജിങ് ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നീട് ഈ സിനിമയിൽ ഒരു ഡോഗ് ഉണ്ട്. അതിന്റെ കോമ്പിനേഷൻ സീൻസ് ഒക്കെ നല്ല രസമായിട്ട് തോന്നി. പിന്നെ ജോണി ആന്റണിയും ദിലീപും തമ്മിലെ കെമിസ്ട്രി നല്ലോണം വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇതിലൊരു സീനുണ്ട്. ഒരു ഫ്ലാറ്റിന്റെ മുകളിൽ വെച്ച് ജോണി ആന്റണിയും ദിലീപും തമ്മിൽ സംസാരിക്കുന്ന ഒരു സീനുണ്ട്, കുറച്ച് ഇമോഷണലി. അത് നല്ല ഒരു രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ധർമ്മജനുണ്ട് ഈ ഫിലിമിൽ. ഇതിന്റെ സെക്കൻഡ് ഹാഫ് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ദിലീപിന്റെ ബോഡി ഗാർഡ് എന്ന സിനിമയായിട്ട് ഒരുപാട് സാമ്യങ്ങൾ തോന്നാം. മൊത്തത്തിൽ ഒരു ഏവറേജ് ഫിലിമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു സിനിമ ന്യൂ ജനറേഷൻ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എനിക്കറിയില്ല. പിന്നെ ദിലീപേട്ടൻ അദ്ദേഹത്തിന്റെ എഫേർട്ടിന്റെ മാക്സിമം ഈ സിനിമയിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ പല സീനുകളിലും അദ്ദേഹത്തിന്റെ ഫേസിൽ നമുക്ക് ആ ഒരു എനർജി ഫീൽ ചെയ്യുന്നില്ല. കാരണം ദിലീപേട്ടന്റെ കോമഡി സിനിമകൾ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന കൊച്ചി രാജാവ്, വെട്ടം, CID മൂസ, പറക്കും തളിക, ഈ സിനിമകളിലായിരുന്നു. ഈ സിനിമകളിലൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ഫേസിൽ ഒരു കരീസ്മ ഉണ്ടായിരുന്നു. അത് എവിടെയോ ഒരു നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നു. ചിലപ്പോൾ കാലത്തിന്റെ മാറ്റമായിരിക്കാം. എന്തൊക്കെയായാലും നല്ല സിനിമകൾ വരട്ടെ. നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.